അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ഖുർആൻ പാരായണ മത്സരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു ഖുർആൻ പാരായണ മത്സരത്തിൽ മത്സരാർത്ഥികളുടെ ഖുർആൻ പാരായണം വിലയിരുത്തുന്നത് ഹാഫിസ് സക്കരിയ നൂഹ് ഉസ്താദ്, ഹാഫിസ് ജഅഫർ സലഫി, ഹാഫിദ് മുഹമ്മദ് തഖിയുദ്ദീൻ ഉസ്താദ്. നമ്മോടൊപ്പം ചേരുന്ന മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മോൻ പേരെന്താണ്? ഷഹാം ഷക്കീർ. ഷഹാമിൻ്റെ വീട് എവിടെയാണ്? ഞാൻ ചക്കരക്കൽ. ചക്കരക്കൽ. ഏത് ജില്ലയിലാണ് വരുന്നത്? കണ്ണൂർ ജില്ല. കണ്ണൂർ. അപ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നു ഇങ്ങോട്ടുള്ള? ഇൻഷാ അല്ലാഹ് നല്ല സുഖം, അൽഹംദുലില്ലാഹ്. ഓക്കെ. എവിടെയാണ് ഹിഫ്ദ് പഠിക്കുന്നത്? ഞാൻ തളിപ്പറമ്പ് ദാറുൽ ഫുർഖാൻ. തളിപ്പറമ്പ്. മുഴുവൻ പഠിച്ചു കഴിഞ്ഞോ ഇപ്പോൾ? ആ, മാഷാ അല്ലാഹ്. ഹാഫിളാണ്. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഷഹാം, സൂറത്തുൽ അഹ്സാബിലെ 16-ാമത്തെ ആയത്ത് മുതൽ 22-ാമത്തെ ആയത്ത് വരെയാണ് പാരായണം ചെയ്യേണ്ടത്. സൂറത്തുൽ അഹ്സാബിലെ 16-ാമത്തെ ആയത്ത് മുതൽ 22-ാമത്തെ ആയത്ത് വരെയാണ് പാരായണം ചെയ്യേണ്ടത്. പേജ് നമ്പർ 420. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا. قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا. أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا. മാഷാ അല്ലാഹ്. ഷഹാം വളരെ ഭംഗിയായി പാരായണം ചെയ്തു. കേൾക്കാൻ വളരെ ബിംബമാർന്ന ഈണത്തിലാണ് ഷഹാം ഓതിയിട്ടുള്ളത്. പ്രേക്ഷകരെല്ലാം ആ ഒരു പാരായണത്തിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിലെ ഇതുവരെ ഓതിയ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ സക്കരിയ മൗലവി ഒന്ന്. മാഷാ അല്ലാഹ്, വളരെ നല്ല പാരായണം. ഹിഫ്ള് പൂർത്തിയാക്കിയതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് പാരായണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, ഒരക്ഷരത്തിൻ്റെ മേൽ ശദ്ദ വന്നാൽ അവിടെ 2 അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ റ നമ്മൾ കട്ടികൂട്ടി ശദ്ദ പ്രകടമാക്കി ഉച്ചരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ 2 റായിന് പകരം 1 റാ ആയിട്ട് മാറും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു അക്ഷരം കുറച്ചതിന്
തുല്യമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഖാഫ് നമുക്കറിയാം ഖനപ്പിച്ചു ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അവിടെ ഖാഫ് ഖനപ്പിച്ചു ഉച്ചരിക്കേണ്ട അക്ഷരമായതുകൊണ്ട് തന്നെ ഖ പ്രകടമാക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ആവർത്തിച്ചു വന്ന ഒരു കാര്യമാണ് അല്ലദീ യഅസിമുക്കും കല്ലദീ യുഗ്ഷ. ഇവിടെ യാ സുക്കൂനിന് ശേഷം അഥവാ മദ്ദിൻ്റെ ഭാഗമായ കസ്റയ്ക്ക് ശേഷമുള്ള യാ സുക്കൂനിന് ശേഷം യാ വന്നെടുത്ത്, അതായത് അല്ലദീ യഅസിമുക്കും, അവിടെ അല്ലദീ ഒന്നാമത്തെ യാ കസ്റയ്ക്ക് ശേഷമുള്ള മദ്ദിൻ്റെ യാ സുക്കൂൻ്റെ യാ ആണ്. രണ്ടാമത്തേത് സഹീഹായ പൂർണ്ണമായ അക്ഷരം യഅസിമുക്കും എന്നുള്ളതിൻ്റെ യാ ആണ്. ഇവിടെ ചിലപ്പോൾ പാരായണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇദ്ഗാം സംഭവിച്ചു പോകും. അല്ലദീ യഅസിമുക്കും എന്നിടത്ത് അല്ലദീ യഅസിമുക്കും കല്ലദീ യുഗ്ഷ, അവിടെ ഇദ്ഗാം സംഭവിച്ച് പോകാൻ സാധ്യതയുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ശരിയായ രൂപത്തിൽ പറയണം. ഖുൽ മൻ ദല്ലദീ യഅസിമുക്കും, ഇവിടെ മൻ ദല്ലദീ യഅസിമുക്കും അവിടെ മദ് നീട്ടുക, അല്ലെങ്കിൽ മൻ ദല്ലദീ യഅസിമുക്കും എന്ന് ഇദ്ഗാം സംഭവിച്ച് പോകും. ഷഹാമിന് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അഹ്സൻ വഫഖക്കല്ലാഹ്. അതോടൊപ്പം തന്നെ സൂഅൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സൂഅൻ ഔ അറാദ. ഇവിടെ ഹംസ വന്നിട്ടുണ്ട്. സൂഅൻ ഔ അറാദ. ഇവിടെ പലപ്പോഴും സംഭവിച്ചു പോകുന്ന മറ്റൊരു തെറ്റാണ് സൂഅൻ ഔ അറാദ. സൂഅൻ ഔ അവിടെ ഹംസ പ്രകടമാക്കണം. സൂഅൻ ഔ ഹംസ പ്രകടമാക്കേണ്ടതുണ്ട്. അതോടെ വലിയൻ എന്ന് പറയുമ്പോൾ യാഇന് ഷദ്ദയാണ്, പക്ഷേ ഷദ്ദ കട്ടുകൂട്ടി തക്കല്ലുഫ് ചെയ്യരുത്. വലിയൻ എന്നല്ല, വലിയൻ എന്ന് പറയരുത്. അത് വാവിൻ്റെ വിഷയത്തിൽ മുഅവ്വിഖീന അല്ല, മറിച്ച് മുഅവ്വിഖീന. മുഅവ്വി എന്ന് പറയരുത്, മുഅവ്വിഖീന. അതോടൊപ്പം വഫഖക്കുമുല്ലാഹ് ഖലീല എന്ന് ചരിച്ചുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യവും ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊക്കെ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ നല്ല പാരായണമാണ് ഷഹാം കാഴ്ചവെച്ചത്. ബാറക്കല്ലാഹു ഫീക് റഹിമക്കല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനും നമ്മളിലൊക്കെ വരുന്ന ഭാഗങ്ങൾ തിരുത്താനും ഒക്കെ ഇത്തരം കമൻറ്റുകൾ നമുക്ക് ഉപകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് ചെറിയൊരു ചോദ്യവുമായി ഇൻഷാ അല്ലാഹ് നമ്മോടൊപ്പം ചേരുന്നത് സലഫി ഉസ്താദ്. ഓക്കെ, ഇതിൽ 19-ാമത്തെ ആയത്തിൽ ഫഇദാ ദഹബൽ ഖൗഫു സലഖൂകും ബിഅൽസിനത്തിൻ, സലഖൂകും ബി, അവിടെ മീം സാക്കിനക്ക് ശേഷം വരുന്ന ഹർഫ് നോക്കിയിട്ട് അവിടെ ഒരു നിയമമുണ്ടല്ലോ, തജ്വീദ് നിയമം. അതെന്താണ്? അതെ, സലഖൂകും അവിടെ മീം സാക്കിനാണ്. അപ്പോൾ ആ മീം സാക്കിനൊക്കെ ഒരു നിയമമുണ്ട്. ഓക്കെ, അൽ ഇൽഹാറു അവിൽ ഇഖ്ഫ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മോൻ അവിടെ ഓതിയ സമയത്ത് ഇൽഹാറായിട്ടാണ് ഉച്ചരിച്ചത്. അതിന് തൊട്ട് മുമ്പ് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. യഅസിമുക്കും മിനല്ലാഹ് അവിടെ അതേമാതിരി 2 മീമും ഒന്നിച്ച് ഉച്ചരിക്കുന്ന ആ ഭാഗം ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടി മോന് ഇൽഹാർ ചെയ്ത് ഇഖ്ഫ ചെയ്ത് ഒന്നുകൂടി പാരായണം ചെയ്ത് സലഖൂക്കും എന്നുള്ള അവിടെ. أعوذ بالله من الشيطان الرجيم فإذا ذهب الخوف سلقوكم بألسنة حداد ما شاء الله بارك الله. ഓക്കെ, മാഷാ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്ന മത്സരം എന്നതിനപ്പുറം നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ തന്നെയാണ് ഇവിടെ തിരുത്തി കൊടുക്കുന്നത്. മാഷാ അല്ലാഹ്, നമുക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഷഹാമിന് ബാക്കി ഭാഗം തുടരാവുന്നതാണ്. أعوذ بالله من الشيطان الرجيم يحسبون الأحزاب لم يذهبوا
وإن يأتي الأحزاب يود لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. മാഷാ അല്ലാ വളരെ നല്ല രൂപത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ കൂടിച്ചേർക്കാണ് തഖിയുദ്ദീൻ ഉസ്താദ്. മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. പാരായണം ഉഷാറായിരുന്നു മാഷാ അല്ലാ. ഇവിടെ നമ്മുടെ സലഫി ഉസ്താദ് സൂചിപ്പിച്ച പോലെ തന്നെ അഹ്കാമു മീമുസ് സാക്കിന നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ 3 നിയമങ്ങളും സുക്കൂനായ മീമിൻ്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം മിസ്ലൈൻ അഥവാ ഇദ്ഗാമുശ് ശഫവി, അതേപോലെ സുക്കൂനായ മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ഉശ് ശഫവി. ഇഖ്ഫാ ഔ ഇദ്ഹാർ ആ 2 വിഷയത്തിൽ മണിച്ച് ഓതേണ്ടതാണ്. എന്നാൽ ബാ മീം വൈകി അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. ഇവിടെ 4 ഏരിയകളിൽ 16ാമത്തെ ആയത്തിൽ പിന്നെ ഫറത്തും എന്ന ഇദ്ഗാം മിസ്ലൈൻ ചെയ്യേണ്ടതാണ്. അതേപോലെ ആയത്ത് നമ്പർ 20 വലൗ കാനു ഫീകും മാസ അവിടെ ഇദ്ഗാം മിസ്ലൈനാണ്. പിന്നെ സുക്കൂനായ മീമിൻ്റെ ശേഷം ബാ വന്നാൽ ലൗ അന്നഹും ബാദൂന അവിടെ ഇഖ്ഫ. ഇത്ര കാര്യങ്ങൾ മെയിനായിട്ട് സുക്കൂനായ മീമിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ അൻ അംബ ഇഖ്ലാബ് അവിടെ സുക്കൂനായ നൂനിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. അത് പിന്നെ ഇഖ്ലാബ് ചെയ്ത ഒന്ന് പറയുമ്പോൾ മാറ്റിമറിക്കുക, നൂനിന് മീമാക്കി മാറ്റിമറിക്കേണ്ടതാണ്. ഓക്കെ, ഏതായാലും മോനോട് ചോദ്യം, അൻ അംബാഇക്കും ഈ ബാ എന്ന മദ്ദ ഏത് മദ്ദാണ്? ആ നിയമത്തിൻ്റെ പേരെന്താണ് പറയാമോ? മദ്ദുൽ മുത്തസിൽ. മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. മദ്ദുൽ മുത്തസിലാണ്. ഹുറൂഫുൽ മദ്ദിൻ്റെ ശേഷം വരുന്നത് ഹംസ ഒരേ കലിമ. മാഷാ അല്ലാ ഷഹാമ വളരെ മനോഹരമായിട്ടാണ് പാരായണം ചെയ്തിട്ടുള്ളത്. പീസ് ഖുർആൻ റേഡിയോയിൽ നമുക്ക് തൻസീൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 1 മണിക്കൂർ നീളുന്ന ഖുർആൻ പാരായണമാണ് അതിൽ നമുക്ക് കേൾക്കാനാവുക. വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളുടെ ഖിറാഅത്താണ് നമുക്കതിൽ കേൾക്കാനുള്ളത്. ഇവിടെ ഷഹാമ് പാരായണം കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് സക്കരിയ നൂഹ് ഉസ്താദ്. അഹ്സൻത വഫഖക്കല്ലാഹ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല പാരായണമാണ് ഷഹാം കാഴ്ചവെച്ചത്. ഈ സൂചിപ്പിക്കുന്നതൊന്നും തന്നെ ഷഹാമിൻ്റെ പാരായണം മോശപ്പെട്ടു എന്നുള്ളതല്ല, മറിച്ച് വളരെ നല്ല പാരായണം. അതിൽ ഈ വിഷയം കൂടി നമ്മൾ ഇനി ഉള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഇനിയും വളരെ മനോഹരമാക്കി മാറ്റാം എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2ാമത്തെ ഒരു പാരായണ വേളയിൽ അഹ്സാബു ഇവിടെ അഹ്സാബു എന്നാണ് ഓതിയത്. ഫില്ല അറാബി ഇവിടെയൊക്കെ പൊതുവെ മലയാളികളായ നമുക്ക് സംഭവിക്കുന്ന തെറ്റാണിത്. ഫില്ല അറാബി ശരിക്കും ഫിൽ അറാബി അവിടെ ഹംസ മുഹഖഖാണ് വെളിവാക്കണം. ഫില്ല അറാബി അല്ല ഫിൽ അറാബി. അവിടെ ഹംസ വെളിവാക്കാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു? ഖുർആനിലുള്ള ഒരക്ഷരത്തെ നമ്മളത് വീഴ്ത്തിക്കളയുകയാണ്. അതില്ലാതെ പാരായണം ചെയ്യുന്ന ഗുരുതരമായ പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹസനതുല്ലിമൻ അവിടെ ഹസനതുൻ എന്ന നൂന് അവിടെ പ്രകടമല്ല. ഹസനതുല്ലിമൻ കാരണം നൂന് ലാമിലേക്ക് പൂർണ്ണമായും
ലയിച്ചു കഴിഞ്ഞു, പിന്നെ നൂനിൻ്റെ അംശം ബാക്കിയില്ല. അപ്പോൾ ഹസനത്തുൽ ലിമൻ എന്നാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ വഫഖക്കുമുള്ള വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മ വഅദന. അവിടെ ഐൻ എന്ന അക്ഷരത്തിന് സുക്കൂനാണ് ഓതിയിട്ടുള്ളത്. വഅദന എന്നല്ല, മ വഅദന അല്ലാഹു. അവിടെ എന്തുകൊണ്ടാണ് അവിടെ സുക്കൂൻ വന്നു പോയത്? നമ്മൾ ഹറക്കത്തുകളെ പൂർത്തീകരിക്കുക എന്നുള്ള ആ പ്രധാനപ്പെട്ട ഒരു വിഷയം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഫത്ഹ പറയുമ്പോൾ ഫത്ഹ വെളിവാക്കി ആ ആയിട്ട് തന്നെ പറയുക, കസ്രയായിട്ട് പറയുക, ദൊമ്മയായിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ 20-ാമത്തെ ആയത്തിൽ അഹ്സാബു യവദ്ദൂ എന്നിടത്ത് അവിടെ വാവുണ്ട്, മദ്ദുണ്ട്, അപ്പം നീട്ടണം. യവദ്ദൂ ലൗ അന്നഹും എന്ന് പറയരുത്, അവിടെ മദ്ദുണ്ട്, ശ്രദ്ധിക്കുക. അതോടൊപ്പം തുടക്കത്തിൽ സൂചിപ്പിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ തുടക്കത്തിൽ പാരായണം ചെയ്തൊരു ഭാഗത്ത് തുടക്കത്തിലായിട്ട് നോക്കുക, ഖുല്ലൻ യൻഫഅകും. أعوذ بالله من الشيطان الرجيم قل لن ينفعكم الفرار إن فررتم من الموت. ഹസ്ബുക് ബാറക്കല്ലാഹു ഫീക്. ഇവിടെ രണ്ട് ഭാഗത്ത് നൂൻ സുക്കൂനിന് ശേഷം ഫ വന്നു. നൂൻ സുക്കൂനിന് ശേഷം ഫ വന്നാൽ അവിടെ ഇഖ്ഫ ആണ് നിയമം എന്ന് നമുക്കറിയാം. അവിടെ ഇഖ്ഫ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഭാഗത്ത് ഷഹാം വളരെ ക്ലിയർ ആയിട്ട് ഓതി ഇൻഫഅർതും. ഒന്നാമത്തെ ഭാഗത്ത് യൻഫഅകും അവിടെ വാവിൻ്റെ ഒരു കലർച്ച വരുന്നുണ്ട്, ചുണ്ട് കോർത്തുകൊണ്ട് വാവിൻ്റെ ഒരു കലർച്ച വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. യൻഫഅകുമുൽ ഫിറാറു ഇൻഫറർതും. അഹ്സൻതും, മാഷാ അല്ലാഹ്. മൊത്തത്തിൽ വളരെ മനോഹരമായ പാരായണമാണ്. ഈ വിഷയങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധിച്ചാൽ പഞ്ചസാര കുന്നിന്മേൽ തേന്മഴ പെയ്ത പോലെ ഇനിയും ഭംഗിയാക്കി മാറ്റാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ആശയ. പാരായണ തലങ്ങളിൽ കൂടുതൽ പഠിക്കുവാനും അതിൻ്റെ മാധുര്യം നുകരുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. മാഷാ അല്ലാ. ഷഹാബിൻ്റെ സ്കോറിലേക്ക് നമുക്ക് കടക്കാം. മാഷാ അല്ലാ. മത്സരാർത്ഥിയായിട്ട് പങ്കെടുത്ത ഷഹാമിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് അടുത്തത്. അതിനുവേണ്ടി ജാഫർ ഉസ്താദിനെ ആദരവും ക്ഷണിക്കുന്നു. فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. എന്താ തോന്നുന്നത് ഇപ്പോൾ മാനസികമായിട്ട്? പാരായണ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഓതി പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതെന്താണെന്ന് കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാൻ കഴിയും. ചില ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. നിഫിലിനൊരു മാഷാ അല്ലാഹ് തബീഇയായിട്ട് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു തജ്വീദിൻ്റെ ഒരു ശൈലി ഉണ്ട്. ശബ്ദം അൽഹംദുലില്ലാ ഉഷാറായിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അപ്പം ലാം ഫത്ഹ യാ സുക്കൂൻ ലൈ എന്നാണ്. കിഫ് ലൈനി, കിഫ് ലൈനി എന്ന് പറയുന്ന ഒരു ശൈലിയും കൂടെ നമ്മൾ ഒഴിവാക്കിയാൽ വളരെ ഹൈറായി. എന്നിരുന്നാലും മൊത്തത്തിൽ പാരായണം വളരെ ഉഷാറായിട്ടുണ്ട്. അവസാനത്തെ ലൈനിൽ മയ്യശാ എന്ന് വരുന്ന മദ്ദുണ്ടല്ലോ, ഏത് മദ്ദാണ്? وتزداد الإيمان نحن نجلس بالقرآن نحن نقرأ من القرآن نحن نحفظ ونمشي مع القرآن.